പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള PSC 4-ാം തീയതി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് അഭിമുഖങ്ങളെക്കുറിച്ചും അതുപോലെ എക്സാംസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് അഭിമുഖം നടത്തുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഫോറൻസിക് മെഡിക്കലിൻ്റെ NCA കാറ്റഗറിയുടെ അഭിമുഖം നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത് എന്താണ്? മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കാർഡിയോ വസ്കുലാർ ആൻഡ് തൊറാസിക് സർജറി അതിൻ്റെ അഭിമുഖം നടത്തുന്നുണ്ട്. അത് 318/2021. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെത് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സയൻറ്റിഫിക് ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പീഡിയോഡോൺട്രിക്സ്, അതുപോലെ ആരോഗ്യ വകുപ്പിൻ്റെ റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2, ക്ഷീരവികസന വകുപ്പിലെ ഡയറി ടെക്നീഷ്യൻ ഓഫീസർ എന്നീ തസ്തികകളിലേക്കെല്ലാം അഭിമുഖം നടത്തുന്നുണ്ടെന്ന് കേരള PSC പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാധ്യതാ പട്ടികകൾ വരാനായിട്ട് പോകുന്നത് മത്സ്യഫെഡിലെ ഇലക്ട്രിക് സൂപ്പർവൈസറിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 223/2000 ആണ് കേട്ടോ, 2020. അപ്പോൾ ഈ എക്സാം എഴുതിയവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക, സാധ്യത പട്ടിക ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ചുരുക്കപ്പട്ടിക വരാനായിട്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിലെ ജയിൽ കൺസൾട്ടൻറ്റിൻ്റെതും അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ 3-ാം NCA മുസ്ലിം കാറ്റഗറിയുടേതാണ്. 161/2020 ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കും എന്നുള്ള കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്? ഓൺലൈൻ പരീക്ഷകൾ നടത്തുന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മൈക്രോബയോളജിയുടെ ഓൺലൈൻ പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ 1-ാം NCAയുടെ പരീക്ഷ നടത്തുമെന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ ആർട്ടിസ്റ്റിൻ്റെ പരീക്ഷ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ NCA പരീക്ഷ, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ റിസർവ് ഓഫീസറിൻ്റെ പരീക്ഷ, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെ എക്സ്റേ ടെക്നീഷ്യൻ ഗ്രേഡിൻ്റെ പരീക്ഷകൾ. അതുപോലെ തന്നെ അർഹത പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ജയിൽ വകുപ്പിലെ അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ്, സബ് ജയിലിലെ സൂപ്രണ്ട്, ഓപ്പൺ പ്രിസൺ ഓഫീസറിലെ സൂപ്പർവൈസർ, അതുപോലെ സ്റ്റോർ കീപ്പർ, പിന്നെ സ്കൂളിലെ സൂപ്പർവൈസർ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷൻ അഡ്മിനിസ്ട്രേഷൻ ആർമറൽ ട്രെയിനിങ് ഓഫീസർ എന്നിവരുടെ എല്ലാം അർഹതാ പട്ടികകൾ പ്രസിദ്ധീകരിക്കുമെന്നും നമ്മുടെ ഈ ഒരു യോഗ തീരുമാനത്തിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാക്കി പരീക്ഷ LGCയുടെയും LDSൻ്റെയും ഒക്കെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്തായാലും വരുന്ന അറിയിപ്പുകൾ നിങ്ങൾ ഞാൻ നോട്ടിഫിക്കേഷനായിട്ട് തന്നെ അറിയിക്കുന്നതിനായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട് എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ തീർച്ചയായിട്ടും ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.